ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബോംബെ സ്പെഷ്യൽ ഹൽവയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഹൽവ തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ സ്പെഷ്യൽ ബോംബെ ഹൽവ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിനു മുൻപ് ഒരു ഹൽവ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഹൽവ നമ്മൾ ചെയ്തിട്ടുള്ളത് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടാണ്. ആ ഹൽവ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മൾ 4 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും കോൺഫ്ലോർ ആണ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ 4 കളറിലുള്ള ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. റെഡ്, ഗ്രീന്, യെല്ലോ ആൻഡ് ഓറഞ്ച്. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഗ്രീൻ ഹൽവയാണ്. അതുകൊണ്ട് നമുക്ക് ഗ്രീൻ ഫുഡ് കളർ സെലക്ട് ചെയ്യാം. നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു കോൺഫ്ലോറിലേക്ക് ഗ്രീൻ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 5 ഡ്രോപ്പ് ഫുഡ് കളറാണ് നമ്മൾ ഈ കോൺഫ്ലോറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്രീൻ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കോൺഫ്ലോറിലേക്ക് 1 ഗ്ലാസ് അളവിലുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ കോൺഫ്ലോർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമ്മുടെ കോൺഫ്ലോർ മിക്സ് ഇവിടെ ഇരിക്കട്ടെ. അടുത്തതായി നമ്മൾ ഗ്യാസിൽ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇടുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് മുഴുവനായിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കോൺഫ്ലോറിലേക്ക് എത്ര വെള്ളമാണോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെയാണ് നമ്മൾ പാനിലേക്കും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഹൽവയിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെള്ളം എടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെയാണ് പഞ്ചസാര അളന്നെടുക്കേണ്ടത്. ഹൽവയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം മധുരം വേണം, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവൂ. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഏത് മധുരമുള്ള ഐറ്റംസ് തയ്യാറാക്കുകയാണെങ്കിലും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നമ്മുടെ ഹൽവക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 3 ഏലക്ക ചതച്ചെടുത്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മാത്രം ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹൽവക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇപ്പം നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 5 മിനിറ്റോളം നമ്മളിത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഏലക്കയുടെ തൊലി ഇതിൽ നിന്ന് മാറ്റാം. ഏലക്കയുടെ ഫ്ലേവർ മുഴുവനായിട്ടും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അതിനുശേഷമാണ് ഈ തൊലി നമ്മൾ ഇതിൽ നിന്ന് മാറ്റേണ്ടത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം മാത്രം നമ്മൾ ഈ കോൺഫ്ലോർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ അപ്പം തന്നെ വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അതല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും. കോൺഫ്ലോർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോവാനുള്ള ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിക്കുക. കൈയെടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കൈയെടുത്ത് കഴിഞ്ഞാൽ കോൺഫ്ലോർ ആണ് കട്ട പിടിച്ചു പോവും. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനിയും ടൈറ്റ് ആവാനുണ്ട്. കൈയെടുക്കരുത്. ഒരിക്കലും കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അത്യാവശ്യം ടൈറ്റായിട്ട് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗീ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ഗീ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നല്ല ടൈറ്റായിട്ട് വരണം. അതുവരെ നമ്മൾ കൈയെടുക്കരുത്. ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മൾ സമയം എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഹൽവ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്ക് കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമ്മളിത് ടൈറ്റാക്കിക്കൊണ്ടേ ഇരിക്കണം. പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നത് വരെ അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഹൽവ സെറ്റ് ചെയ്തെടുക്കണം. ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അത് ആദ്യം എടുത്തു വെക്കുക. അതിനുശേഷം ചൂടോട് കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിട്ട് പോവും. മിക്സ് മുഴുവനായിട്ടും നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ഇത് ലെവൽ ചെയ്യാം.
ഹൽവ നമ്മളിവിടെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുറത്ത് തന്നെ വെക്കുക, ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടിരിക്കും. നമ്മുടെ ബോംബെ ഹൽവ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.